ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ. ത്രിതല പഞ്ചായത്തുകളിൽ എൽഡിഎഫ് ഭൂരിപക്ഷം നേടി. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം നേടാനായത്. നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നേറ്റം നടത്തിയ എൻഡിഎ പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. 10 ജില്ലാ പഞ്ചായത്തുകളും എൽഡിഎഫിനൊപ്പമാണ്. 4 ജില്ലാ പഞ്ചായത്തുകളാണ് യുഡിഎഫിന് ലഭിച്ചത്. നേരത്തെ 7 വീതം ജില്ലാ പഞ്ചായത്തുകളിലാണ് ഇരുമുന്നണികളും അധികാരത്തിലെത്തിയിരുന്നത്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫ് ഭരണം നേടി. 375 ഗ്രാമപഞ്ചായത്തുകളാണ് യുഡിഎഫിന് ലഭിച്ചത്. എൻഡിഎയ്ക്ക് 23 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്രരും മറ്റുള്ളവരും ചേർന്ന് 29 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം നേടി. 2015-ൽ ഇടതുമുന്നണിക്ക് 551 ഗ്രാമപഞ്ചായത്തുകളിലും യുഡിഎഫിന് 365 ഗ്രാമപഞ്ചായത്തുകളിലും ഭരണം നേടാനായി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 108 എൽഡിഎഫും 44 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യുഡിഎഫും ഭരണം പിടിച്ചു. മുൻ തെരഞ്ഞെടുപ്പിൽ 61 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യുഡിഎഫും 89 എണ്ണത്തിൽ ഇടതുമുന്നണിയുമാണ് വിജയിച്ചത്. സംസ്ഥാനത്ത് ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 45 എണ്ണം യുഡിഎഫിനാണ്. 35 നഗരസഭകൾ എൽഡിഎഫും നേടി. ബിജെപി സഖ്യത്തിന് 2 മുനിസിപ്പാലിറ്റിയിൽ ഭരണം ലഭിച്ചു. 2015-ൽ 41 മുനിസിപ്പാലിറ്റികളിലും ഭരണം യുഡിഎഫും 44 ഇടതുമുന്നണിയും പാലക്കാട്ട് ബിജെപി സഖ്യവുമാണ് ഭരണം നേടിയത്. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 51 സീറ്റ് നേടി എൽഡിഎഫ് നിലനിർത്തി. 34 സീറ്റ് നേടി എൻഡിഎ 2ാം സ്ഥാനത്തും 10 സീറ്റ് നേടി കോൺഗ്രസ് 3ാം സ്ഥാനത്തുമെത്തി. പാലായിൽ ചരിത്രം കുറിച്ച് എൽഡിഎഫ്. നഗരസഭ രൂപീകരിച്ച ശേഷം ആദ്യമായി എൽഡിഎഫ് ഭരണത്തിലെത്തുകയാണ്. ജോസ് വിഭാഗത്തിന് 9 സീറ്റുകളടക്കം എൽഡിഎഫിന് 12 സീറ്റുകളാണ് ലഭിച്ചത്. യുഡിഎഫിന് 8 സീറ്റുകളും ലഭിച്ചു. ജനകീയ സർക്കാരിൽ കേരള ജനത അർപ്പിച്ച വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയ വൻ വിജയമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സമാനതകളില്ലാത്ത വികസന പദ്ധതികൾക്കൊപ്പം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് മുൻഗണന കൊടുത്ത പിണറായി സർക്കാരിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഈ വിജയമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ തോൽപ്പിക്കാൻ യുഡിഎഫും എൽഡിഎഫും ക്രോസ് വോട്ട് ചെയ്തതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇരുമുന്നണികളും പരസ്യമായി വോട്ട് കച്ചവടം നടത്തിയതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ബിജെപി ഭരണത്തിൽ വരാതിരുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൽഡിഎഫുമായി എന്ത് ധാരണയാണ് ഉണ്ടാക്കിയതെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കണമെന്നും ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സർവ്വതലങ്ങളിലും എൽഡിഎഫ് മുന്നേറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ജനതയുടെ വിജയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൽഡിഎഫിന്റെ ജനകീയ അടിത്തറ ശക്തമായതായും യുഡിഎഫിന്റെ വിശ്വാസ്യത തകർന്നതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അപവാദങ്ങൾ തള്ളിക്കളഞ്ഞ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ജനക്ഷേമ പദ്ധതികൾ തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും വ്യക്തമാക്കി. ബിജെപിയുടെ അവകാശവാദങ്ങൾ തകർന്നടിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബിജെപിക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്ന് തെളിഞ്ഞു. യുഡിഎഫിലുണ്ടായ പാളിച്ചകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ ചരിത്രവിജയം മുന്നണിയുടെ തത്വാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടിനും സംസ്ഥാന ഭരണത്തിനും ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ജനങ്ങളെ ഒപ്പം നിർത്തി നാട്ടിൽ സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കിയ പിണറായി സർക്കാരിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണിതെന്ന് പാർട്ടി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ നിരന്തരം അപവാദ പ്രചരണം നടത്തിയ ബിജെപിയും യുഡിഎഫും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. എൽഡിഎഫ് നേടിയത് തിളക്കമാർന്ന വിജയമാണ്. പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് കെട്ടിപ്പൊക്കിയ നുണപ്രചാരണങ്ങളെ അതിജീവിച്ചാണ് ഇടതുജനാധിപത്യ മുന്നണി ഈ വിജയം നേടിയതെന്നും വാർത്താസമ്മേളനത്തിൽ കാനം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൌൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നും കോർപ്പറേഷനുകളിൽ 11:30-നുമാണ് സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരേണ്ടതാണ്. സംസ്ഥാനത്ത് ഇന്ന് 6185 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദാംശങ്ങളുമായി രഞ്ജിത്ത്.
എറണാകുളം 959, കോഴിക്കോട് 642, തൃശൂർ 585, കോട്ടയം 568, കൊല്ലം 507, പത്തനംതിട്ട 443, ആലപ്പുഴ 441, മലപ്പുറം 437, പാലക്കാട് 401, വയനാട് 361, തിരുവനന്തപുരം 345, കണ്ണൂർ 250, ഇടുക്കി 186, കാസർഗോഡ് 60 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,882 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.99 ആണ്. 27 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 66 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5295 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 770 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 54 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. 5728 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 10 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 7, തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ 15, മറ്റത്തൂർ 8, 10, കടവല്ലൂർ സബ് വാർഡ് 10, കോടശ്ശേരി 5, ആതിരപ്പള്ളി സബ് വാർഡ് 7, കടുകുറ്റി സബ് വാർഡ് 1, കോട്ടയം ജില്ലയിലെ എരുമേലി 23, കിടങ്ങൂർ 10, വാഴപ്പള്ളി 6, 9, 12, 16 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 450 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തിരുവനന്തപുരത്ത് ഇന്ന് 345 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 320 പേർ രോഗമുക്തരായി. നിലവിൽ 3389 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ 4 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 223 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 9 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. രോഗലക്ഷണങ്ങളെ തുടർന്ന് ജില്ലയിൽ 1638 പേരെ കൂടി നിരീക്ഷണത്തിലാക്കി. ഇവരടക്കം ആകെ 24,323 പേർ വീടുകളിൽ 111 പേർ സ്ഥാപനങ്ങളിലും ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട്. ഇന്നലെ വരെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 2105 പേർ രോഗലക്ഷണങ്ങളില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കൊല്ലം ജില്ലയിൽ ഇന്ന് 507 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നുമെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനത്ത് നിന്നുമെത്തിയ ഒരാൾക്കും സമ്പർക്കം മൂലം 502 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 2 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 375 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 517 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 209 പേരാണ്. 7 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1424 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നഗരസഭയിലും LDF ഭരണം ഉറപ്പിച്ചപ്പോൾ മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കം. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷനിൽ 49 സീറ്റുകൾ നേടിയാണ് LDF ഭരണം ഉറപ്പിച്ചത്. UDF 14 സീറ്റാണ് നേടിയത്. NDAക്ക് 7 സീറ്റ് ലഭിച്ചു. ഇരുമുന്നണികളിലും പെട്ട 5 സ്വതന്ത്രം വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ ഫറോക്ക്, പയ്യോളി, രാമനാട്ടുകര, കൊടുവള്ളി മുനിസിപ്പാലിറ്റികളിൽ UDF ഭരണം പിടിച്ചു. വടകര, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റികൾ LDF നിലനിർത്തി. അതേസമയം മുക്കത്ത് ഇരുമുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 10 LDFും 2 UDFും ലീഡ് നേടി. ഗ്രാമപഞ്ചായത്തിൽ LDF 43ഉം UDF 27 സീറ്റ് നേടി. ഇരുമുന്നണികൾക്കും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നഷ്ടമായി. കോഴിക്കോട് കോർപ്പറേഷനിലും ഫറോക്ക്, കൊയിലാണ്ടി, പയ്യോളി, വടകര എന്നിവിടങ്ങളിലും ചില പഞ്ചായത്തുകളിലും NDA സീറ്റുകൾ നേടി. കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിനുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങൾ നേരിടാനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയതായി കേന്ദ്ര സർക്കാർ. വാക്സിനേഷൻ യജ്ഞവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 3.32 ലക്ഷമായി കുറഞ്ഞു. ഇത് ആകെ രോഗബാധിതരുടെ 3.34% മാത്രമാണ്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 7,38,00,000 കടന്നു. 5,18,00,000-ലേറെ പേർ രോഗമുക്തരായി. 2 കോടിയിലേറെ പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സമുദ്ര അതിർത്തി ലംഘിച്ചതിന് 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്നുള്ളവരാണിവർ. സമുദ്ര അതിർത്തി ലംഘിച്ചതിന് ഇന്നലെയും ശ്രീലങ്കൻ നാവികസേന 36 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരെ നാളെ ആരംഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പൃഥ്വി ഷാ, വൃദ്ധിമാൻ സാഹ എന്നിവർ ടീമിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരുന്നു. നാളെ അഡ്ലെയ്ഡ് ഓവലിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.